മോളെ സ്വന്തമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കേ, മക്കളുടെ മുടിയൊക്കെ ഇങ്ങോട്ട് തിരിഞ്ഞേ. ദേ, ഈ മുടിയൊക്കെ കണ്ടോ വെച്ചേക്കുന്നത്? ഞാൻ അഴിച്ചോളാം, പതുക്കെ അഴിക്കോളമ്മ. ഓ, നല്ല മുടിയൊക്കെയാ, പക്ഷെ നോക്കിയേ ഫുള്ള് ചെടയൊക്കെ പിടിച്ച്. അല്ല, ഇതിപ്പോ പെട്ടെന്ന് എന്താ ഇങ്ങനെ ചീപ്പൊക്കെ എടുത്തോണ്ട് വന്ന് ചീവാനൊക്കെ? നിന്റെ കാര്യം ഞാനല്ലാതെ ഈ വീട്ടിൽ ആര് നോക്കാനാ? മക്കളോ നോക്കുന്നില്ല, അപ്പൊ ഞാനേലും നോക്കണ്ടേ മോന്റെ കാര്യം? അയ്യോ, ഞാൻ നോക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ ദേ കളറൊക്കെ അടിച്ച് വെച്ചേക്കുന്ന. എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്, ദൊറോത്തി മദാമ പോലെ ഉണ്ട്. അമ്മ, ദൊറോത്തി മദാമ നല്ല ആളാ. അതെ, പ്രേതം വളരെ നല്ല ആളാ. പ്രേതായിരുന്നു അവര്. എന്തൊക്കെയാന്ന് പറഞ്ഞാലും മോളുടെ മുടിയുണ്ടല്ലോ, പനങ്കൊല പോലെ നമുക്കൊന്ന് വളർത്തിയെടുക്കണം. അയ്യോ, അതെനിക്ക് ഇഷ്ടമല്ല. അതെന്താ ഇഷ്ടമല്ലാത്ത? എനിക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടം. ഷോർട്ട് എന്നാ ഇത് തന്നെ മതി. മോക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അമ്മയ്ക്ക് മോളോട് ഇഷ്ടം കുറഞ്ഞു പോയി എന്ന് വല്ലോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ അല്ലേ? നീ എന്റെ തൊക്കൂടി തുണ്ടുമല്ലോ. അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലേ? കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. എന്റെ ഭാഗ്യവാ നിന്നെപ്പോലൊരു മരുമോളെ കിട്ടിയത്. അയ്യോ, മരുമോളായിട്ടല്ല കേട്ടോ, മോളായിട്ടാന്നില്ല ഞാൻ കാണുന്നത്. അതമ്മ പറയണം എന്നില്ല, എനിക്കറിയാം. എന്തിനാ തിരക്കിലാണല്ലേ ചേച്ചി? ആഴ്ച തിരക്കാ, കണ്ടുകൂടി. മോളുടെ മുടി ചീവി കൊടുത്തോണ്ടിരിക്ക. ശുശ്രൂഷിപ്പ്, കേശ ശുശ്രൂഷിപ്പ്. സംഭവം വേറൊന്നുമല്ല, ചേച്ചി നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ പുറത്തു പോകുന്നുണ്ടെങ്കിൽ പറയണോന്ന്. എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നേ, അപ്പൊ ഞാൻ പോയി മേടിച്ചിട്ട് വരാം. അല്ല, ഇത് ഞാൻ മുടിയൊക്കെ എല്ലാം കെട്ടി വെച്ചിട്ട് പോവാം. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ കഴുകിട്ട തുണി എടുക്കണമെന്നേ? അതെ, അത് ഞാൻ മറന്നുപോയതാ. എന്താ പറയുമ്പോഴും മറന്നുപോയി എന്ന് പറഞ്ഞാ മതിയല്ലോ. എന്നാ ഞാൻ ഓർത്തില്ല, അങ്ങനെ പറയാം. എന്തുവാ ഭവാനിക്ക് ഇത്ര ചൂട്? ചോനറത്തല്ല ഭവാനി, പ്രായമൊക്കെ ആയി, ഇത്ര ചൂടൊന്നും പാടില്ല. വല്ല BP ഒക്കെ ഷൂട്ട് ചെയ്താലേ ഞാൻ തന്നെ പെറുക്കിക്കൊണ്ട് പോവാൻ വേണം. ഒരെണ്ണം ഞാനങ്ങ് വെച്ചേരും കേട്ടാ, പറഞ്ഞില്ലെന്ന് വേണ്ട. ഭവാനിക്കുട്ടീനെ തല്ലും തല്ലും. പിന്നെ ഞാൻ മറന്നു പോയാലും എന്റെ ഭവാനിക്കുട്ടി ഇതെല്ലാം മോത്തി ചെയ്യത്തില്ലേ? സുന്ദരിമണിയാണ് എന്റെ. അതൊക്കെ അറിയാല്ലേ? പിന്നെ അറിയാണ്ട്. എന്നാലേ ഞാൻ കേശുവിനൂടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാം. ഇനിയും ലേറ്റ് ആയ അവൻ എന്നെ തേക്കും, അതുകൊണ്ടാ. പോട്ടേ, സൂക്ഷിച്ചു പോണേ. പിള്ളേര് പോയിട്ട് എത്ര നേരമായി? പിള്ളേര് എവിടെ പോയി കിടക്കണം? എന്തോ നോക്കുന്നേ? ഇല്ല, കേശു ലച്ചും കടയിൽ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. അവരെ നോക്കി നിൽക്കുവാണെങ്കിലേ അമ്മ ഇങ്ങനെ ഇവിടെ നിക്കത്തേ ഉള്ളൂ. അതെന്താ അങ്ങനെ? അവര് വരുന്ന എപ്പോഴാന്ന് നമുക്ക് പറയാൻ പോലും പറ്റും.